ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ചെയർമാനായി ചുമതലയേറ്റ KS ഹംസയ്ക്ക് ജന്മനാടായ പൈങ്കുളം തൊഴുപ്പാടത്തും ആവേശകരമായ സ്വീകരണം നൽകി. ഔദ്യോഗിക പദവി ഏറ്റെടുത്ത ശേഷം ആദ്യമായി നാട്ടിലെത്തിയ അദ്ദേഹത്തെ നൂറുകണക്കിന് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് വാഹന റാലിയോടെയാണ് സ്വീകരിച്ചത്. ജന്മനാടിൻ അഭിവാദ്യങ്ങൾ, 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 ഹംസ സാഹിബിന് അഭിവാദ്യങ്ങൾ. എറണാകുളത്തെ വഖഫ് ബോർഡ് ആസ്ഥാനത്തെത്തി ചുമതലയേറ്റ ശേഷം തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് KS ഹംസ പൈങ്കുളത്തെത്തിയത്. പൈങ്കുളം അയ്യപ്പൻ എഴുത്തച്ഛൻ പടിക്ക് സമീപം വിവിധ ക്ലബ്ബ് ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ മുദ്രാവാക്യം വിളികളുമായി നൂറുകണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ തൊഴുപ്പാടത്തേക്ക് ആനയിച്ചു. വഴിനീളെ തടിച്ചുകൂടിയ ആളുകൾക്ക് കൈകൊടുത്തും സ്നേഹം പങ്കിട്ടുമാണ് അദ്ദേഹം ജന്മനാട്ടിലേക്ക് എത്തിയത്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് അംഗമായും വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം പിന്നീട് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശേഷം CPM-ൽ ചേർന്ന അദ്ദേഹം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. നിലവിലെ ചെയർമാൻ MK സക്കീർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനായി രാജിവെച്ച ഒഴിവിലാണ് സർക്കാർ KS ഹംസയെ നിയോഗിച്ചത്. അർഹമായ സ്ഥാനമാണ് തനിക്ക് ലഭിച്ചതെന്നും ഈ പദവിയിൽ ഇരുന്നു കൊണ്ട് വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അദ്ദേഹത്തിന് അഭിനന്ദനങ്ങളുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭരണഘടനാബദ്ധമായ ഭരണഘടനാ സംരക്ഷണമുള്ള ഒരു വകുപ്പാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അസറ്റാണ് വിവിധ മേഖലകളിലായി ഇവിടെ കിടക്കുന്നത്. മുസ്ലിം വിഭാഗത്തിലെ എല്ലാ അവാന്തര വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തി പരസ്പരം വിശ്വാസത്തിലെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു അനുനയത്തിൽ കൊണ്ടുപോകേണ്ട ഒരു മേഖലയിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് മതന്യൂനപക്ഷങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്നും അവർക്ക് അർഹമായ അവർ യോജിക്കുന്ന കാര്യങ്ങൾ അവരിൽ നിന്നൊരാൾ വന്ന് കൈകാര്യം ചെയ്യട്ടെ എന്ന വളരെ സുതാര്യമായൊരു സമീപനമാണ് സർക്കാർ ഇതിലൂടെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തായിരുന്നാലും നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയുണ്ട്. അതോടുകൂടി ഇതൊരു വലിയ ദൗത്യമാണ്. ഒരുപാട് സമയം മെനക്കേണ്ടതുണ്ട്, ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ഓരോ സബ്ജക്റ്റ് ഇപ്പോൾ 24, 25, 26 ഒക്കെ മീറ്റിംഗാണ്. 25 ജുഡീഷ്യറി മീറ്റിംഗാണ്, 28 ജുഡീഷ്യറി മീറ്റിംഗാണ്. ആ മീറ്റിങ്ങുകളിൽ വിവിധ വിഷയങ്ങളെ പുരസ്കരിച്ചുകൊണ്ട് 2 ഭാഗം അഡ്വക്കേറ്റ്സ്മാരാണ് അഭ്യർത്ഥിക്കുക. അത് കേൾക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും ബോർഡിന് വേണ്ടി ചെയർമാനാണ് കേൾക്കേണ്ടത്. അപ്പോൾ വളരെ ഉത്തരവാദിത്തമുള്ളൊരു സംഗതിയാണ്. ഒരു വിഷയത്തെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ഒരുപാട് പഠിക്കേണ്ടതും വായിക്കേണ്ടതുമുള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഇങ്ങനെ ഒരു വകുപ്പ് എനിക്ക് നൽകിയ കേരളത്തിലെ സർക്കാരിനോട് എനിക്ക് കടപ്പാടുണ്ട്. ഈ നാട്ടുകാർക്ക് വേണ്ടി കടപ്പാടുണ്ട്. ഈ നാടിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന തിരിച്ചറിവും കൂടി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. എന്തായിരുന്നാലും ഈ സമയത്ത് ഇവിടെ നൽകിയ ഒരു വലിയ സ്വീകരണം, ഇത് ഗംഭീരമായൊരു സ്വീകരണത്തിന് ഒരു പ്ലാൻ ചെയ്തിരുന്നു എന്നറിയാം. ഇന്നലെ ഞാൻ തന്നെ ഇടപെട്ടാണ് അതൊക്കെ മുടക്കിയത്. പിന്നെ ഇലക്ഷനും നോമ്പും എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ രീതിയിൽ ഈ സ്വീകരണം ഏർപ്പെടുത്തുകയും എന്നാൽ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ രക്തബന്ധുക്കളാണ് ഇവിടെ കാണുന്നതിൽ പല ആളുകളും എൻ്റെ കളിക്കൂട്ടുകാർ ഇവർ നൽകിയ ഈ സ്വീകരണത്തിന് മധുരം ഏറെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് You are watching VCV News.